അസ്സലാമു അലൈക്കും. നമ്മളിന്ന് പുതിയ പാഠം പഠിക്കാൻ പോവാണ് കേട്ടോ. 3 പാഠങ്ങൾ കഴിഞ്ഞു. 3 പാഠങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? എക്സാം ഒക്കെ എഴുതി എല്ലാവരും പഠിച്ചിരിക്കുകയാണ് അല്ലേ? ഇനി നമ്മൾ 4ാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ് കേട്ടോ. 4ാമത്തെ പാഠത്തിന്റെ പേരാണ് കഥയുള്ള ശൈലികൾ. എന്താണ്? കഥയുള്ള ശൈലികൾ. പാഠം 4 കഥയുള്ള ശൈലികൾ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ആക്കി വെക്കുക. പേജ് നമ്പർ 20 കേട്ടോ. പേജ് നമ്പർ 20 കഥയുള്ള ശൈലികൾ. എല്ലാവരും പുസ്തകത്തിലോട്ട് നോക്കിക്കേ. ഇച്ചിരി വലിപ്പമുള്ള ഒരു പാഠഭാഗമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ടെക്സ്റ്റിൽ നോക്കി വേണം ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കേട്ടോ. നോക്കിക്കേ, പാഠത്തിന്റെ പേരെന്താണ്? കഥയുള്ള ശൈലികൾ. ഈ ശൈലി എന്താണ്? നിങ്ങൾ ശൈലി എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ? നോക്കിക്കേ, പഴഞ്ചൊല്ലും ശൈലികളുമുണ്ട്. പഴഞ്ചൊല്ല് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതലേ പഴഞ്ചൊല്ലുകൾ നമ്മൾ പഠിക്കാറുണ്ടല്ലേ? പഴഞ്ചൊല്ലുകൾ എന്തൊക്കെയാണ്? പഴഞ്ചൊല്ല് ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ല് പറഞ്ഞേ എല്ലാവരും ഒന്ന്. അറിയാവുന്ന പഴഞ്ചൊല്ലുകളൊന്ന് ഓർത്ത് നോക്കി പറഞ്ഞേ. എല്ലാവർക്കും അറിയാം. എനിക്കറിയാം അല്ലേ? എല്ലാവർക്കും അറിയാം. നമ്മൾ ഓണത്തിനെ കുറിച്ചുള്ള പഴഞ്ചൊല്ലുകൾ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ അല്ലേ ഓണത്തിനെ കുറിച്ച് എഴുതാനുണ്ടായിരുന്നു. അതുപോലെ പല പല സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പഴഞ്ചൊല്ലുകൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പഴഞ്ചൊല്ല് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ? അറിയാം എല്ലാവർക്കും. എന്താണ്? അഴകുള്ള ചക്കയിൽ ചുളയില്ല, ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരൻ്റെ കഞ്ഞി കുമ്പിളിൽ തന്നെ. അങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടീച്ചർ 2 എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഴഞ്ചൊല്ല് എന്താണ്. പഴഞ്ചൊല്ല് പോലെ തന്നെ തോന്നിക്കുന്ന ചില വാക്കുകളാണ്, ചില സെൻറ്റൻസുകളാണ് എന്ത്? ശൈലികൾ. നമുക്ക് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ പഴഞ്ചൊല്ലാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള ചില സെൻറ്റൻസുകളാണ്, ചില വാക്യങ്ങളാണ് ശൈലികൾ. പഴഞ്ചൊല്ലുകളും ശൈലികളും തമ്മിൽ ഏകദേശം ഒരുപോലെ തന്നെ നിൽക്കുന്നതാണ്. എന്നാൽ അത് രണ്ടും വ്യത്യസ്തങ്ങളുമാണ്. പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മുടെ പൂർവികർ പറഞ്ഞു പഴക്കം ചെന്നിട്ടുള്ള ചില അർത്ഥപൂർണമായ വാക്യങ്ങളാണ് പഴഞ്ചൊല്ലുകൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താ പഴഞ്ചൊല്ലുകളെന്ന്? എന്താണ്? പണ്ട് മുതലേ പൂർവികർ പറഞ്ഞു പഴക്കം ചെന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്ത്? പഴഞ്ചൊല്ലുകൾ. എന്നാൽ ശൈലികൾ എന്താണ്? ശൈലികൾ എന്താണ്? നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ശൈലികളെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ടീച്ചർ ഒരു ശൈലി പറയാം. ആനച്ചന്തം. ഇതൊരു പഴഞ്ചൊല്ലല്ല. ആനച്ചന്തം എന്ന് എല്ലാവരും പറയുന്നൊരു വാക്കാണ് ഇല്ലേ? എല്ലാവരും പറയത്തില്ലേ? അതിനെ കാണാൻ ഒരു ആനച്ചന്തമൊക്കെ ഉണ്ട് എന്ന് പറയാറില്ലേ? അതാണ് ശൈലി. ഈ ആനച്ചന്തം എന്ന വാക്കാണ് ശൈലി. ശ്രദ്ധിച്ചേ, ആനച്ചന്തം അതിൻ്റെ അർത്ഥം എന്താണ്? ആനയുടെ ചന്തം ഇല്ലേ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ അർത്ഥത്തിലാണോ അതിനൊരു ആനച്ചന്തമുണ്ടെന്ന് പറയുന്നേ? അതിനെ കാണാൻ കുഴപ്പമില്ല, ഭംഗിയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ? ആനച്ചന്തം. ആന എന്ന് പറയുന്നതിനൊരു ഭംഗിയുണ്ട് അല്ലേ? ആനയുടെ ഓരോ പാർട്സുകളും എടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ആനയെ കാണാൻ ഭംഗിയുണ്ടോ? വലിയ കാലും മുറം പോലത്തുള്ള ചെവിയും കാണാൻ നല്ല കറുത്തിട്ടും ആനയെ കാണാൻ എന്തെങ്കിലും ഭംഗിയുണ്ടോ? പക്ഷേ ആനയെ മൊത്തത്തിൽ കാണാനോ ഒരു ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ? നമ്മൾ ആരായാലും ആനയെ കണ്ട നോക്കി നിന്ന് പോകും അല്ലേ? അതുകൊണ്ടാണ് ആനച്ചന്തം എന്ന് നമ്മൾ പ്രയോഗിക്കുന്നത്. അതിനെ കാണാൻ മൊത്തത്തിലൊരു ചന്തമൊക്കെ ഉണ്ട്. അപ്പൊ ആനച്ചന്തം എന്ന് പറഞ്ഞത് എന്താണ്? പഴഞ്ചൊല്ലാണോ? അല്ല, അതൊരു ശൈലിയാണ്. ഇനി ശൈലി എന്താണെന്നും ഈ ശൈലികൾ എങ്ങനെയാണ് രൂപപ്പെട്ട് വന്നതെന്നും ഒക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് കഥയുള്ള ശൈലികൾ. നമുക്കിപ്പോൾ നല്ല വിശദമായിട്ട് തന്നെ പാഠത്തിൽ ശൈലികളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് പാഠം നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചേ. കഥയുള്ള ശൈലികൾ. ഭാഷയിലെ സ്വതന്ത്രമായ പ്രയോഗവിശേഷമാണ് ശൈലി. ജനതയുടെ ജീവിതാനുഭവങ്ങൾ ശൈലിയുടെ അടിത്തറ. അനുഭവം ജ്ഞാനമായി മാറുമ്പോൾ ഉരുത്തിരിയുന്ന ലഘുവും അർത്ഥപൂർണവുമായ വാക്യങ്ങളാണ് ശൈലികൾ. എല്ലാവരും ആ സെന്റൻസിനടിയിൽ അണ്ടർലൈൻ കൊടുത്തേ. എന്താണ്? അനുഭവം ജ്ഞാനമായി മാറുമ്പോൾ ഉരുത്തിരിയുന്ന ലഘുവും അർത്ഥപൂർണവുമായ വാക്യങ്ങളാണ് ശൈലികൾ. എന്നുവെച്ചാൽ നമ്മുടെ അനുഭവങ്ങളിലൂടെ ഉരുത്തിരിയുന്ന അനുഭവങ്ങളിലൂടെ ജ്ഞാനമായി മാറുമ്പോൾ നമ്മുടെ അനുഭവങ്ങളുടെ കൂടെ നമുക്ക് ജ്ഞാനം എന്താണ്? അറിവുണ്ടാകുമ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന രൂപപ്പെട്ടു വരുന്ന ലഘു എന്ന് വെച്ചാൽ എന്താ? ചെറുതാണ് അല്ലെ? ചെറുതും എന്നാൽ അതിന് അർത്ഥപൂർണവുമായ നല്ല വിശാലമായ അർത്ഥവുമുള്ളതുമായ വാക്യങ്ങളാണ് ശൈലികൾ. മനസ്സിലായോ എന്താ ശൈലി എന്ന്? ഇപ്പോൾ തന്നെ നോക്കിക്കേ. ആനച്ചന്തം അതൊരു വലിയ സെന്റൻസ് പോലെയാണോ? ചെറിയ സെന്റൻസ് ആണ്, ലഘുവായിട്ടുള്ളൊരു സെന്റൻസ് ആണ് അല്ലേ? ആ ചെറിയ സെന്റൻസിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അല്ലേ?
ഇല്ലേ? അതാണ് ശൈലികൾ. മനസ്സിലായോ? നോക്കിക്കേ, ഒന്നും കൂടെ ടീച്ചർ ആ സെന്റൻസ് വായിക്കാം. അനുഭവം ജ്ഞാനമായി മാറുമ്പോൾ ഉരുത്തിരിയുന്ന ലഘുവും അർത്ഥപൂർണമായ വാക്യങ്ങളാണ് ശൈലികൾ. എക്സാമിന് ശൈലികൾ എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതേണ്ട ആൻസർ ഇതാണ്. ഓക്കെ, എല്ലാവരും അണ്ടർലൈൻ ചെയ്യുക, പഠിക്കുക. നോക്കിക്കേ, ഗഹനമായ ഒരു ആശയത്തെ, ആഴത്തിലുള്ള ഒരാശയത്തെ അനുവാചകർ ലളിതമായി മനസ്സിലാക്കി കൊടുക്കുവാൻ ശൈലിക്ക് കഴിയും. എന്താണ് അനുവാചകർ? വായനക്കാർ. അനുവാചകർ മീൻസ് വായനക്കാർ. ഗഹനമായ, ഒത്തിരി ആഴത്തിലുള്ള ഒരു ഗഹനമായ ഒരു ആശയം മറ്റുള്ളവരിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു വായനക്കാരിൽ എത്തിക്കാൻ ലളിതമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ത്? ശൈലികൾ. ഇല്ലേ? അതിനെ കാണാൻ ഒരു വലിയ ചന്തമൊന്നുമില്ല, എന്നാന്ന് വെച്ചാൽ കാണാൻ കുഴപ്പമില്ല എന്നൊക്കെ നമ്മളിങ്ങനെ നീട്ടി വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതിലും നല്ലതിൽ ഒരു അരച്ചന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലത് എളുപ്പമാവും, അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ ചെറിയ ഒരു വാക്കിൽ നിന്നും, ചെറിയൊരു സെന്റൻസിൽ നിന്നും വലിയ വലിയ അർത്ഥങ്ങളിലേക്ക് പോകുന്നതാണ് എന്ത്? ശൈലികൾ. നോക്കിക്കേ, ഈ ശൈലികൾക്കൊരു പ്രത്യേകത നോക്കിയേ. ഭാഷയിലെ ചില ശൈലികൾ പുരാണ കഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാണ കഥകൾ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അല്ലേ? ചെറിയ ക്ലാസ്സുകളിലൊക്കെ പുരാണവുമായി ബന്ധപ്പെട്ട കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് കുറേ ശൈലികൾ നമ്മൾക്ക് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെയുള്ള ചില ശൈലികൾ പുരാണ കഥകളിൽ കൂടി എങ്ങനെയാണ് അത് രൂപപ്പെട്ടു വന്നതെന്ന് പഠിക്കുന്നതാണ് ഈ പാഠഭാഗം. നോക്കിക്കേ എല്ലാവരും. കഠിനമായി അധ്വാനിച്ച് ഒരു കാര്യം ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് ഭാഷ പ്രയോഗിക്കുന്ന ശൈലിയാണ് ഭഗീരഥ പ്രയത്നം. ഭഗീരഥ പ്രയത്നം അണ്ടർലൈൻ ചെയ്തേ. ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത് ഒരു ശൈലിയാണ്. അതെന്താണെന്ന് നോക്കിയേ. കഠിനമായി അധ്വാനിച്ച് ഒരു കാര്യം ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് ഭാഷ പ്രയോഗിക്കുന്ന ശൈലിയാണ് ഭഗീരഥ പ്രയത്നം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്ന് പറയുന്നതിലും എളുപ്പത്തിന് പറയാൻ പറ്റുന്ന ഒരു ശൈലിയാണ് എൻ്റെ ഭഗീരഥ പ്രയത്നമാണ് ആ സാധനം എന്ന് പറയാൻ എന്ത് എളുപ്പമാണ്, ഇല്ലേ? അങ്ങനെ പുരാണ കഥകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു ശൈലിയാണ് എന്ത്? ഭഗീരഥ പ്രയത്നം. നോക്കിക്കേ, ഇതിൻ്റെ പിന്നിലെ കഥ അറിയാത്തവർ പോലും ശൈലി പ്രയോഗിക്കുന്നത് കാണാം. ഭഗീരഥ പ്രയത്നം എന്ന ശൈലി പലയിടത്തും പലരും പ്രയോഗിക്കുന്നത് കാണാം നമുക്ക്. നിങ്ങൾ ആരെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭഗീരഥ പ്രയത്നം എന്നൊരു ശൈലി? ചിലരൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലേ? ഈ ഭഗീരഥ പ്രയത്നം എന്ന ശൈലി പലരും പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്താണ് ഈ ഭഗീരഥ പ്രയത്നം? ഈ ഭഗീരഥ പ്രയത്നം എന്ന ശൈലി എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്ന് ആർക്കും അറിയില്ല. കുറച്ചാർക്കൊക്കെ അറിയാമായിരിക്കും, അല്ലേ? നോക്കിക്കേ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാഠഭാഗം. നമുക്കാർക്കും അറിയില്ല കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഭഗീരഥ പ്രയത്നം എന്ന ശൈലി രൂപപ്പെട്ടു വന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, പുരാണ കഥയാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. സൂര്യവംശത്തിലെ ഒരു രാജാവായിരുന്നു സഗരൻ. സൂര്യവംശത്തിലെ കഥയാണ് കേട്ടോ. ഭഗീരഥ പ്രയത്നം എന്ന ശൈലി രൂപപ്പെട്ടു വന്നതിന്റെ കാരണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ, സൂര്യവംശത്തിലെ ഒരു രാജാവായിരുന്നു സഗരൻ. ഒരിക്കൽ അദ്ദേഹം അശ്വമേധം നടത്താൻ തീരുമാനിച്ചു. എന്താണ് അശ്വമേധം എന്നറിയാമോ? ഒരു യാഗമാണ് അശ്വമേധം. അശ്വം മീൻസ് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അശ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കുതിര, അല്ലേ? അശ്വമേധം എന്ന് പറഞ്ഞ ഒരു യാഗമാണ്. പണ്ട് ഈ പുരാണ കഥകളിലൊക്കെ രാജാക്കന്മാർ നടത്തുന്ന ഒരു യാഗമാണ് അശ്വമേധ യാഗം. അത് നടത്തിയിട്ട് അവർ ഒരു കുതിരയെ അഴിച്ചുവിടും. രാജാക്കന്മാർ കുതിരയെ അഴിച്ചുവിടും. ആ കുതിര ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി നടന്നു വരുന്നു ആ സ്ഥലങ്ങളെല്ലാം ഈ രാജാവിന് സ്വന്തമാവും, ഈ രാജ്യത്തിന് സ്വന്തമാവും. മനസ്സിലായോ? ആ കുതിരയെ അഴിച്ചുവിടും. ഈ കുതിര എവിടെയൊക്കെ സഞ്ചരിക്കുന്നോ ആ സ്ഥലങ്ങളെല്ലാം ഈ രാജാവിന് സ്വന്തമായി തീരും. ഏതെങ്കിലും രാജാവ് ഈ കുതിരയെ പിടിച്ചു കെട്ടുകയാണെങ്കിൽ ആ രാജാവുമായിട്ട് ഈ രാജാവ് യുദ്ധം പ്രഖ്യാപിക്കും. അങ്ങനെ ആ യുദ്ധത്തിലൂടെ ആര് ജയിക്കുന്നോ അവർക്ക് ആ രാജ്യം സ്വന്തമാവും. അങ്ങനെയാണ് ഈ അശ്വമേധം നടത്തി കുതിരയെ അഴിച്ചുവിടും. അങ്ങനെ നമ്മുടെ സഗരൻ തൻ്റെ കുതിരയെ വിടാനായിട്ടാണ് ഈ അശ്വമേധം നടത്തുന്നത്. നോക്കിക്കേ, സിന്ധു ഗംഗാ സമുദ്രത്തിൽ വെച്ചാണ് യാഗം നടത്തിയത്. സിന്ധുവിനെ ഗംഗാ സമുദ്രതീരത്ത് വെച്ചാണ് യാഗം നടത്തിയത്. യാഗാശ്വത്തെ നയിച്ചിരുന്നത് സഗരന്റെ പുത്രന്മാരാണ്. യാഗാശ്വം ടീച്ചർ പറഞ്ഞില്ലേ, യാഗം നടത്തുമ്പോൾ ഇവിടുന്ന് അശ്വമാണ്, കുതിരയാണ് യാഗാശ്വം. ഈ യാഗാശ്വത്തെ നയിച്ചിരുന്നത് സഗരന്റെ പുത്രന്മാരാണ്. ഇതിനെ
കൊണ്ടുപോകുന്നത് സഗരന്റെ പുത്രന്മാരാണ്. ആദ്യമേ പറഞ്ഞു സൂര്യവംശത്തിലെ രാജാവായിരുന്നു സഗരൻ. ഈ സഗരന്റെ പുത്രന്മാരാണ് ഈ അശ്വത്തെ, അതായത് ഈ കുതിരയെ നയിച്ചിരുന്നത്. നോക്കിയേ, അവർ ഒന്നും രണ്ടുമല്ല, 60,000 പേരുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 60,000 പേരുണ്ടായിരുന്നു. ഈ ആകാശത്തെ ആരും എതിർത്തില്ല. ഈ അശ്വത്തെ ആർക്കും എതിർക്കാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ ഈ അശ്വത്തെ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിഞ്ഞില്ല. അശ്വം അത് ഓരോ രാജ്യങ്ങളും കീഴടക്കി ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. നോക്കിക്കേ, മിക്ക രാജാക്കന്മാരും സഗരപുത്രന്മാർക്ക് കീഴടങ്ങി, അല്ലേ? കുറെ രാജ്യങ്ങൾ പിടിച്ചടക്കി. വിജയശ്രീ ലാളിതരായി സഞ്ചരിക്കവേ ഒരു ദിവസം ഈ ആകാശത്തെ കണ്ടില്ല. എല്ലാ രാജ്യങ്ങളും പോയി പിടിച്ചടക്കി നമ്മുടെ അശ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം നമ്മുടെ ഈ ആകാശത്തെ കാണാനില്ല. ആരെങ്കിലും പിടിച്ചു കെട്ടിയതായിരിക്കും, അല്ലേ? നോക്കിക്കേ, തിരയാൻ ഒരിടവും ബാക്കിയില്ല. എല്ലായിടവും അന്വേഷിച്ചു, അശ്വത്തെ കാണാനില്ല. നാരദന്റെ ഉപദേശം അനുസരിച്ച് അവർ ഭൂമി തുരന്ന് പാതാളത്തിലെത്തി. നാരദൻ പുരാണ കഥയിലെ ഒരു കഥാപാത്രമാണ് നാരദൻ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ പോയി ഈ ആകാശത്തെ തിരഞ്ഞ് പാതാളത്തിലെത്തി. നോക്കിക്കേ, അതിശയം തന്നെ. കപില മഹർഷിയുടെ ആശ്രമമുറ്റത്ത് അതാ നിൽക്കുന്നു ഈ ആകാശം. പാതാളത്തിലെത്തി. അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഹിന്ദു പുരാണം അനുസരിച്ച് 3 ലോകങ്ങളുണ്ടെന്നാണ് അവർ പറയുന്നത്. ഒന്ന് ഭൂമി, ഒന്ന് ആകാശം, ഒന്ന് പാതാളം ഭൂമിക്ക് അടിയിലാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് കേട്ടോ. നമ്മൾ മഹാബലിയെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്ത കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ പാതാളത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഈ പാതാളത്തിൽ എത്തിയപ്പോൾ എന്താണ് കാണുന്നത്? അവിടെ കപില മഹർഷി, ഒരു മഹർഷിയാണ് കേട്ടോ. അദ്ദേഹം അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തപസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, കണ്ണൊക്കെ അടച്ചാണ് ഇരിക്കുന്നത്, അല്ലേ? നോക്കിക്കേ, മഹർഷി കണ്ണുകൾ പൂട്ടി തപസ്സിലും. യാഥാർത്ഥ്യം എന്തെന്നറിയാതെ സഗരപുത്രന്മാർ മഹർഷി തന്നെയാവും കുതിരയെ മോഷ്ടിച്ചു കൊണ്ടുവന്നതെന്ന് കരുതി അദ്ദേഹത്തെ ഉപദ്രവിച്ചു, അല്ലേ? അവർ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നേ? മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാ ആശ്രമം മുറ്റത്ത് അവരുടെ കുതിര നിൽക്കുന്നു, ഈ ആകാശം നിൽക്കുന്നു. അപ്പൊ തന്നെ കരുതി മഹർഷി ആയിരിക്കാം കുതിരയെ അവിടുന്ന് കൊണ്ടുവന്നത് എന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്തെന്ന് നോക്കിക്കേ, മഹർഷിയെ ഉപദ്രവിച്ചു. മഹർഷി മന്ദം നയനങ്ങൾ തുറന്നു. അദ്ദേഹത്തിനെ ഉപദ്രവിച്ചപ്പോഴത്തേക്കിനും അദ്ദേഹം തന്റെ കണ്ണുകൾ പതിയെ തുറന്നു. അതിൽ നിന്നും വർഷിച്ച അഗ്നിജ്വാല സഗരപുത്രന്മാർ ചാമ്പലായി പോയി. അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ കണ്ണിന്റെ ശക്തി കൊണ്ടുണ്ടായ അഗ്നിയിൽ നിന്നും ഈ സഗരപുത്രന്മാരെല്ലാം ചാമ്പലായി പോയി. നോക്കിക്കേ, അഹങ്കാരത്തിന്റെ ഫലം, അല്ലെ? സഗരപുത്രന്മാരുടെ അഹങ്കാരത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ അവസ്ഥ വന്നത്. സഗരപുത്രന്മാരെല്ലാം ചാമ്പലായി പോയി. നോക്കിക്കേ, സത്യത്തിൽ കുതിരയെ പാതാളത്തിൽ കൊണ്ടുവന്നത് ദേവപ്രഭുവായ ഇന്ദ്രനാണ്. ദേവന്മാരുടെ രാജാവ്, ദേവന്മാരിലും നേതാവായ ഇന്ദ്രനായിരുന്നു സത്യത്തിൽ പാതാളത്തിലേക്ക് ആരെ കൊണ്ടുവന്നത്? നമ്മുടെ ആകാശത്തെ കൊണ്ടുവന്നിരുന്നത്. നോക്കിക്കേ, സഗരന്മാർ യാഗം പൂർണ്ണമായാൽ അയാൾ തൻ്റെ രാജപദവി തട്ടിയെടുക്കുമെന്ന് ഭയന്നാണ് ഇന്ദ്രൻ ഇങ്ങനെ ചെയ്തത്. ഇന്ദ്രൻ എന്തിനാ അങ്ങനെ ചെയ്തത്? സഗരന്മാരുടെ യാഗമൊക്കെ പൂർണ്ണമായി ഈ കുതിര എല്ലാ ദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയല്ലേ, ഇന്ദ്രന്റെ സ്ഥലത്തും വരും. അവസാനം ഇന്ദ്രന്റെ രാജപദവി നഷ്ടമാകും എന്ന് ഭയന്നിട്ടാണ് ഇന്ദ്രൻ എന്ത് ചെയ്തത്? ഈ ആകാശത്തെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയത്. നോക്കിക്കേ, സഗരന്റെ യാഗം മുടങ്ങി. അങ്ങനെ കുതിരയില്ലാണ്ട് യാഗം നടക്കുമോ? ഇല്ല. അങ്ങനെ സഗരന്റെ യാഗം മുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു. ആര് മരിച്ചു? സഗരൻ, അല്ലേ? സഗരൻ വർഷങ്ങൾക്ക് ശേഷം മരിച്ചു. പിന്നെ എന്ത് സംഭവിച്ചു നോക്കാം. രാജ്യത്ത് ദുർനിമിത്തങ്ങൾ ഉണ്ടായി. ദുർനിമിത്തങ്ങൾ മീൻസ് രാജ്യത്ത് ആകെ പ്രശ്നങ്ങളായി. എന്താ കാരണം നോക്കാം. അന്വേഷിച്ചപ്പോൾ സഗരപുത്രന്മാരുടെ ആത്മാവിന് മോക്ഷം ലഭിക്കാത്തതാണ് കാരണമെന്ന് മനസ്സിലായി. എന്താണ് കാരണം? അവർ നല്ല രീതിയിൽ മരിച്ചവരാണോ? അല്ല. അവരെ നമ്മുടെ കപില മഹർഷിയുടെ കണ്ണിലെ തീക്ഷ്ണത കൊണ്ട് അഗ്നിയിൽ നിന്നും ചാമ്പലായി പോയവരാണല്ലേ. അവരങ്ങനെ മരിച്ചത് കൊണ്ട് അവരുടെ ആത്മാവിന് ശാന്തി ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് തങ്ങളുടെ രാജ്യം ഇങ്ങനെയായി തീരുന്നത് എന്ന് ധരിച്ചിട്ട് അവർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. എന്താണ്? ചാമ്പലാക്കിയത് കൊണ്ടാണ്, അവരുടെ ആത്മാവിന് മോക്ഷം ലഭിക്കാത്തത് കൊണ്ടാണ് തങ്ങളുടെ രാജ്യം ഇങ്ങനെയായി തീർന്നതെന്ന് അവർ വിശ്വസിച്ചു. അവർക്ക് ശാന്തി ലഭിക്കണമെങ്കിൽ ആകാശഗംഗയിലെ പവിത്ര ജലം പാതാളത്തിലൂടെ ഒഴുകണം. ആകാശഗംഗയിലെ നദി എന്ന് പറയുന്നത് ആകാശത്തിലെ നദി എന്നാണ് അർത്ഥമുള്ളത് കേട്ടോ. ആകാശത്തിലെ നദിയുടെ പവിത്ര ജലം പാതാളത്തിലൂടെ ഒഴുകണം.
ആകാശത്തിലെ ജലം ഇതിലേക്കൂടെ ഒഴുകണം. പാതാളത്തിലൂടെ ഒഴുകിയാൽ മാത്രമേ പാതാളത്തിൽ വെച്ചല്ലേ ഇവർ ചാമ്പലായത്, അതിലേക്കൂടെ ഒഴുകിയാൽ മാത്രമേ ഇവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവർ വിശ്വസിച്ചത്. വളരെ ശ്രമകരമായ കാര്യമാണ്. എന്നുവെച്ചാൽ എന്താണ്? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. ആകാശത്തിലെ നദിയിലെ ജലം പാതാളത്തിലൂടെ ഒഴുകുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമായിരുന്നു. നോക്കിക്കേ, ഗംഗാ നദിയെ ഭൂമിയിലേക്കും പാതാളത്തിലേക്കും ആനയിക്കുവാൻ പലരും ശ്രമിച്ചു അല്ലേ. ആകാശത്തിൽ നിന്ന് നദി എവിടെ വരണം? ഭൂമിയിലൂടെ വേണം പാതാളത്തിൽ എത്താനല്ലേ. പലരും ശ്രമിച്ചു, അതൊന്നും വിജയിച്ചില്ല. എങ്ങനെ കൊണ്ടുവരും? സഗരന്റെ തലമുറയിലെ ഭഗീരഥൻ ഭരണമേറ്റപ്പോഴും ദുർനിമിത്തങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു അല്ലേ. അവർക്ക് ആകാശ നദിയിലെ ജലം പാതാളത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. സഗരന്റെ തലമുറയിലെ ഭഗീരഥൻ, സഗരൻ മരിച്ചിരുന്നില്ലേ, സഗരന്റെ തലമുറയിൽ നിന്നും ഭഗീരഥൻ രാജാവായപ്പോഴും എന്ത് സംഭവിച്ചു? ദുർനിമിത്തങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. രാജ്യത്ത് ഒരു മെച്ചവുമില്ല. എന്ത് ചെയ്താലും നാശത്തിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, തന്റെ പൂർവികർക്ക് മോക്ഷം കൊടുക്കണമെന്ന് ഭഗീരഥൻ ഉറച്ചു. തന്റെ അദ്ദേഹത്തിന്റെ പൂർവികരല്ലേ, അദ്ദേഹം എന്ത് വിചാരിച്ചു? അവർക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടി താൻ പ്രയത്നിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു. അതികഠിനമായ ഒരു യജ്ഞമായിരുന്നു അതല്ലേ. എന്നുവെച്ചാൽ അത് നിസ്സാരമായ കാര്യമാണോ? അല്ല. ആകാശത്തിലുള്ള നദിയിൽ നിന്നും ജലം പാതാളത്തിൽ എത്തണമെങ്കിൽ അത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. നോക്കിക്കേ, സമുദ്ര തീരത്ത് പോയി വ്രതനിഷ്ഠയോടെ ഭഗീരഥൻ തപസ് ചെയ്തു. അദ്ദേഹം സമുദ്രതീരത്ത് പോയിരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. നോക്കിക്കേ, 1000 ആണ്ടുകൾ പിന്നിട്ടു. നോക്കിയേ, എത്ര ആണ്ടുകളാ? 1000 ആണ്ടുകൾ, 1000 ആണ്ടുകൾക്കോളം പിന്നിട്ടു. ഗംഗ പ്രത്യക്ഷയായി. അപ്പോൾ മറ്റൊരു തടസ്സം വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കഠിന തപസ് കൊണ്ട് 1000 ആണ്ടുകളൊക്കെ തപസ് ചെയ്യാന്ന് പറഞ്ഞ കഠിന തപസ്സാണ് അല്ലേ. ആ തപസ്സോടുകൂടി ഗംഗ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഗംഗാ നദി കേട്ടോ പ്രത്യക്ഷമായി. അപ്പോൾ മറ്റൊരു തടസ്സം വന്നു. ഗംഗയുടെ ശക്തമായ പ്രവാഹത്തെ ഭൂമിയോ പാതാളമോ താങ്ങില്ല. ശക്തമായ ഒഴുക്കാണ് ഗംഗയ്ക്കുള്ളത്. ഈ ഒഴുക്കിനെ താങ്ങാൻ ഭൂമിക്കും ശക്തിയില്ല, പാതാളത്തിനും ശക്തിയില്ല. അപ്പൊ പിന്നെ പാതാളത്തിൽ കൊണ്ട് ഒഴുക്കാൻ കഴിയുമോ? ഇല്ല. ഉഗ്രമായ ആ പതനം താങ്ങാൻ ശങ്കരന് മാത്രമേ കഴിയൂ. ശങ്കരൻ എന്ന് പറഞ്ഞാൽ ശിവഭഗവാനാണ് കേട്ടോ. ശങ്കരന് മാത്രമേ കഴിയൂ. ഭഗീരഥൻ മടിച്ചില്ല, ശങ്കരനെ തപസ് ചെയ്തു. ഇനിയിപ്പോൾ എന്താണ് മാർഗം? അത് ശിവന് മാത്രമേ, ശങ്കരന് മാത്രമേ കഴിയുള്ളൂ ഇതിനെ തടുക്കാൻ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഭഗീരഥൻ വീണ്ടും തപസ് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാ? ശിവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ, പിന്നെയും നൂറ്റാണ്ടുകൾ ശങ്കരൻ പ്രത്യക്ഷനായി. അങ്ങനെ ശിവഭഗവാനും അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി. ഗംഗയെ വഹിക്കാമെന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗംഗയെ വഹിച്ചുകൊള്ളാം. അങ്ങനെ ഗംഗ കുതിച്ചു മറിഞ്ഞ് ശങ്കരന്റെ ജടയിൽ പതിച്ചു. എങ്ങനെയാണ്? ഗംഗ കുതിച്ചു മറിഞ്ഞ് ശങ്കരന്റെ ജടയിൽ പതിച്ചു. ജട മീൻസ് ഈ തലയിൽ ചുറ്റി കെട്ടിവെക്കുന്ന ഒരു ഇതിനാണ് ജട എന്ന് പറയുന്നത് കേട്ടോ. ഒരു സന്യാസി ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ പിക്ചറിൽ. അതിൽ കാണാൻ ജട എന്താന്നുള്ളത് കേട്ടോ. ആ ജടയിലേക്ക് പതിച്ചു. നോക്കിക്കേ, അത്ര തന്നെ ഒരു തുള്ളി പോലും പുറത്തേക്ക് വന്നില്ല. ഗംഗയെ മോചിപ്പിക്കാൻ ഭഗീരഥൻ വീണ്ടും തപസ് അനുഷ്ഠിച്ചു. ശങ്കരൻ ഗംഗയെ മോചിപ്പിച്ചു. കുലിച്ചു പാഞ്ഞ ഗംഗ പാതാളത്തിലെത്തി. സകലപുത്രന്മാരുടെ ആത്മാവ് മോക്ഷപ്രാപ്തമായി. കണ്ടില്ലേ, ഭഗീരഥന്റെ അതികഠിനമായ പ്രയത്നം മൂലം, അദ്ദേഹത്തിന്റെ കഠിനമായ തപസ് മൂലം ഗംഗ പാതാളത്തിലേക്ക് ഒഴുകുകയും സകലപുത്രന്മാരുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുകയും ചെയ്തു. ഇതാണ് കഥ. നോക്കിക്കേ, ഭഗീരഥന്റെ ഈ കഠിന പ്രയത്നത്തെയാണ് ഭഗീരഥ പ്രയത്നം എന്ന പ്രയോഗത്തിന്റെ അടിസ്ഥാനം. നോക്കിക്കേ, ഭഗീരഥ പ്രയത്നം എന്ന ഒരു ചെറിയ ശൈലി ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു കഥ നിങ്ങൾ കണ്ടില്ലേ? ഒരു വലിയ കഥ തന്നെയാണ് അല്ലേ. ഒരു ഭഗീരഥൻ എന്ന രാജാവ് ചെയ്ത അതികഠിനമായ പ്രയത്നമായിരുന്നു ഭഗീരഥ പ്രയത്നം. മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ? ഇങ്ങനെയാണ് ഭഗീരഥ പ്രയത്നം എന്ന ശൈലി രൂപം കൊണ്ടതെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇതൊരു പുരാണ കഥയാണ്. അതുകൊണ്ട് തന്നെ വായിച്ച് മനസ്സിലാക്കി വെച്ച് ബുദ്ധിമുട്ടുണ്ടാകും. നല്ലതുപോലെ വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നോക്കിക്കേ, ഇനി എന്താണ് പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒരിക്കൽ ഒരു സായിപ്പ് മലയാളം പഠിക്കുവാൻ ഒരുങ്ങി. ഇനി അടുത്ത ശൈലി, വേറെ ഏതോ ഒരു ശൈലിയുടെ കാര്യം പറയാൻ പോവാണ്. നോക്കിക്കോ, ഒരിക്കൽ ഒരു സായിപ്പ് മലയാളം പഠിക്കുവാൻ ഒരുങ്ങി. 5 വർഷം പഠിച്ചിട്ടും സായിപ്പിന് മലയാളം വഴങ്ങിയില്ല. മലയാളം ഇച്ചിരി കഠിനമായ ഭാഷയാണല്ലേ. സായിപ്പ് 5 വർഷം മെനക്കെട്ടിട്ടും അദ്ദേഹത്തിന് മലയാളം പഠിക്കാൻ കഴിഞ്ഞില്ല. അധ്യാപകൻ പറഞ്ഞു അത്രേ, സായിപ്പേ, താങ്കൾക്ക് മലയാളം ബാലികേറ മലയാണ്. എന്താ പറഞ്ഞത്?
അദ്ദേഹത്തിന് മലയാളം ബാലികേറാമലയാണ്. ബാലികേറാമല, അതായത് നിങ്ങൾക്കിത് സാധിക്കുന്ന ഒന്നല്ല എന്നർത്ഥമല്ലേ. നോക്കിക്കേ, ഒരാൾക്ക് അസാധ്യമായ ഒന്നിനെ സൂചിപ്പിക്കാനാണ് ഈ ശൈലി ഉപയോഗിക്കുന്നത്. അടുത്ത ശൈലി ഏതാണ്? ബാലികേറാമല. നമ്മൾ ആദ്യം പഠിച്ച ശൈലി ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ? ഭഗീരഥ പ്രയത്നം. ഭഗീരഥ പ്രയത്നം. ഇനി പഠിക്കാൻ പോകുന്നതാണ് ബാലികേറാമല. ബാലികേറാമല എന്താണ്? നമുക്ക് സാധ്യമാകാത്ത ഒന്നിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശൈലിയാണ് എന്ത്? ബാലികേറാമല. നോക്കിക്കേ, ബാലികേറാമല എന്ന ശൈലി എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, അതും ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. കിഷ്കിന്ധയിലെ രാജാവായിരുന്നു ബാലി. എന്താണ്? കിഷ്കിന്ധയിലെ രാജാവായിരുന്നു ബാലി. നോക്കിക്കേ, വാനര രാജാവ്. ബാലി ഒരു മനുഷ്യനാണോ? അല്ല. വാനരൻ മീൻസ് കൊരങ്ങൻ. ഒരു കൊരങ്ങന്മാരുടെ രാജാവായിരുന്നു ആര്? ബാലി. നോക്കിക്കേ, അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്ന് നോക്കാം. യുദ്ധം ചെയ്യുമ്പോൾ ആരാണോ എതിരാളി അയാളുടെ പകുതി ബലം കൂടി ലഭിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അദ്ദേഹത്തിനുള്ളൊരു അനുഗ്രഹമാണ് കേട്ടോ. അദ്ദേഹം ആർക്കെതിരെയാണോ യുദ്ധം ചെയ്യുന്നത് അയാളുടെ പകുതി ബലം കൂടി ഈ വാനര രാജാവായ ബാലിക്ക് ലഭിക്കും. അപ്പൊ അതിശക്തനായിരിക്കും ആളല്ലേ. നോക്കിക്കേ, അതുകൊണ്ട് ബാലി അജയ്യനായി. എന്താണ് അജയ്യൻ? തോൽക്കാത്തവൻ അല്ലേ. ഒരിക്കലും തോൽക്കാത്തവനായി മാറി. കാരണം എതിരാളിയുടെ പകുതി ശക്തിയും കൂടി തനിക്ക് കിട്ടും. ബാലിയുടെ ശക്തി കൂടാതെ തന്നെ എതിരാളിയുടെ ശക്തി കൂടി തനിക്ക് ലഭിക്കും അല്ലേ. അപ്പൊ പിന്നെ തോൽപ്പിക്കാൻ കഴിയും ആർക്കെങ്കിലും? ഇല്ല. അങ്ങനെ നമ്മുടെ ബാലി അജയ്യനായി. നോക്കിക്കേ, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവനായി മാറി. ബാലി ഇങ്ങനെ രാജ്യം വാണുകൊണ്ടിരുന്നപ്പോൾ ദുന്ദുകി എന്ന അസുരൻ ബാലിയെ പോരിന് വിളിച്ചു. നോക്കിക്കേ, ബാലി ഇങ്ങനെ രാജ്യം വാണുകൊണ്ടിരുന്നപ്പോൾ ദുന്ദുകി എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിനെ യുദ്ധത്തിന് വിളിച്ചു. നോക്കിയേ, പോരെന്താ? യുദ്ധത്തിന് വിളിച്ചു. ബാലിയും അവനും കഠിനമായി പോര് നടത്തി. രണ്ടുപേരും കൂടെ കഠിനമായി അതിശക്തമായി തന്നെ യുദ്ധം നടത്തി. നോക്കിക്കേ, യുദ്ധത്തിൽ ദുന്ദുകിയെ ബാലി വധിച്ചു. പറഞ്ഞതുപോലെ ബാലിക്ക് ശക്തമായ കഴിവാണല്ലേ ഉള്ളത്. ബാലിയുടെ ശക്തി കൂടാതെ തന്നെ യുദ്ധം ചെയ്യുന്ന ആളുടെ പകുതി ശക്തി കൂടി ആർക്ക് ലഭിക്കും? ബാലിക്ക് ലഭിക്കും. യുദ്ധത്തിൽ അപ്പം ബാലി ആരെ തോൽപ്പിച്ചു? ദുന്ദുകിയെ തോൽപ്പിക്കുകയും ദുന്ദുകിയെ കൊല്ലുകയും ചെയ്തു. നോക്കിക്കേ, അരിശം തീരാതെ രാക്ഷസന്റെ ശിരസ് ഉടലിൽ നിന്ന് ഊരിയെടുത്ത് ഒരേറും കൊടുത്തു. ബാലി അവനെ കൊന്നത് കൂടാതെ എന്താ ചെയ്തത്? അസുരൻ മീൻസ് രാക്ഷസൻ എന്നാണ് കേട്ടോ. ഈ രാക്ഷസ രാജാവിനെ ദുന്ദുകിയെ കൊന്നത് കൂടാതെ എന്താ ചെയ്തത്? അരിശം തീരാതെ രാക്ഷസന്റെ ശിരസ് വലിച്ചൂരിയെടുത്ത്, ശിരസ് എന്താണ്? തല വലിച്ചൂരിയെടുത്തിട്ട് എന്ത് ചെയ്തു? ഒറ്റ ഏറ് കൊടുത്തു. എങ്ങോട്ട് പോയെന്ന് നോക്കിയേ, രക്തം ചിതറിക്കൊണ്ട് അത് ചെന്ന് വീണത് മാതംഗ മഹർഷിയുടെ ആശ്രമമുറ്റത്താണ്. നേരത്തെ കഥയിൽ ഒരു മഹർഷി നമ്മൾ പഠിച്ചു അല്ലേ. ഈ കഥയിൽ ഒരു മഹർഷിയുണ്ട്, മാതംഗ മഹർഷി. അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ മുന്നിലാണ് ഈ തല വന്ന് വീണത് രക്തത്തോടു കൂടി. നോക്കിക്കേ, ഋഷിമുഖാചലത്തിലായിരുന്നു മഹർഷിയുടെ ആശ്രമം. മഹർഷിയുടെ ആശ്രമം ഇരിക്കുന്നത് എവിടെയാണ്? ഋഷിമുഖാചലം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ആശ്രമം ഇരിക്കുന്നത്. അസുര രക്തം വീണ് ആശ്രമം ആകെ അശുദ്ധമായി. രാക്ഷസന്റെ രക്തമാണല്ലേ. ആശ്രമം എന്ന് പറഞ്ഞൊരു പുണ്യഭൂമിയാണ്. ആ ആശ്രമത്തിന്റെ മുറ്റത്ത് ഈ രാക്ഷസന്റെ രക്തം വീണ് അശുദ്ധമായി. നോക്കിക്കേ, കോപിഷ്ഠനായ മഹർഷി ശപിച്ചു. മഹർഷിമാർക്കുള്ള കഴിവാണ് കേട്ടോ. അവരുടെ കാലങ്ങളോളമുള്ള തപസ്സും മൂലം മറ്റുള്ളവരെ ശപിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട് അവർക്ക്. നോക്കിക്കേ, കോപിഷ്ഠനായ മഹർഷി നമ്മുടെ ബാലിയെ ശപിച്ചു. എൻ്റെ ആശ്രമമുറ്റം ചോര കൊണ്ട് അശുദ്ധമാക്കിയവൻ ആരായാലും അവൻ ഈ മലയിൽ ചവിട്ടിയാൽ ശിരസ് പൊട്ടി 100 കഷ്ണങ്ങളായി തീരട്ടെ. ഋഷിമുഖാചലം എന്ന മലയിലാണ് നമ്മുടെ മഹർഷിയുടെ ആശ്രമം അല്ലേ. ഈ മലയിൽ ചവിട്ടിയാൽ, തൻ്റെ ആശ്രമമുറ്റം അശുദ്ധമാക്കിയവൻ ഈ മലയിൽ ചവിട്ടിയാൽ എന്ത് സംഭവിക്കും? ശിരസ് പൊട്ടി 100 കഷ്ണങ്ങളായി തീരട്ടെ എന്ന് ശപിച്ചു. നോർത്ത് നോക്കിക്കേ, ബാലിക്ക് ഡബിൾ ശക്തിയുള്ള ആളാണ് അല്ലേ. ബാലിക്ക് സ്വന്തം ശക്തിയുമുണ്ട്, എതിരിടുന്ന ആളുടെ പകുതി ശക്തിയും കൂടെ ലഭിക്കുന്ന ആളാണ്. ആ ഒരാൾക്കാണ് ഋഷിമുഖാചലം എന്ന സ്ഥലത്ത് കയറാൻ കഴിയാതായത്. അവിടെ കയറിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബാലിയുടെ ശിരസ്, തല പൊട്ടിപ്പോകും. മഹർഷിയുടെ ശാപം അനുചരന്മാരിൽ നിന്ന് പറഞ്ഞ ബാലി ആ മലയിൽ പിന്നെ കാലുകുത്തിയിട്ടില്ല. മഹർഷിയുടെ ശാപം പറഞ്ഞ ബാലി പിന്നെ എന്ത് ചെയ്തു? പിന്നെ ആ മലയിലോട്ട് പോയിട്ടില്ല. പോകാൻ പറ്റുമോ? മലയിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ? ബാലിയുടെ തല പൊട്ടിപ്പോകും.
നോക്കിയില്ലേ, ഋഷ്യമൂകാചലം അസാധ്യമായ ഒന്നിനെ സൂചിപ്പിക്കുന്ന ബാലികേറാ മല എന്ന ശൈലിയുമായി തീർന്നു. അങ്ങനെയാണ് ബാലിക്ക് കയറാൻ കഴിയാത്ത മല ബാലികേറാ മല എന്ന ശൈലിയായി തീർന്നത്. മനസ്സിലായോ? ബാലികേറാ മല എന്ന ശൈലി രൂപപ്പെട്ടത് എങ്ങനെയാണ്? ബാലിക്ക് കയറാൻ കഴിയാത്ത മലയാണ് ബാലികേറാ മല എന്ന് ആയിത്തീർന്നത്. മനസ്സിലായോ കഥ എല്ലാവർക്കും? 2 കഥകളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ശൈലികൾ, ഭഗീരഥ പ്രയത്നം, ബാലികേറാ മല എന്നീ 2 ശൈലികൾ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് വ്യക്തമാക്കുന്ന 2 കഥകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. മനസ്സിലായി 2 കഥകളും? നോക്കിക്കേ, ഭഗീരഥ പ്രയത്നം എന്ന കഥ എങ്ങനെയായിരുന്നു? ചുരുക്കി പറയാം നമുക്ക്. സകരൻ എന്ന അസുര രാജാവ് യാഗോത്സവം നടത്തി. അദ്ദേഹത്തിൻ്റെ ആശയം ഒരു ദിവസം കാണാതായി. പാതാളത്തിൽ മാതംഗ മഹർഷിയുടെ മുന്നിൽ, മാതംഗ മഹർഷിയല്ലോ, മഹർഷി തന്നെയാവും പിന്നെ തൻ്റെ കുതിരയെ കൊണ്ടുപോയെന്ന് തെറ്റിദ്ധരിച്ച് അവർ പാതാളത്തിലേക്ക് പോയി. പാതാളത്തിൽ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? കുതിര അവിടെ നിൽക്കുന്നത് കണ്ടു അല്ലേ? അപ്പം മഹർഷി തന്നെയാണ് തൻ്റെ കുതിരയെ കൊണ്ടുപോയത് എന്ന് മനസ്സിലാക്കിയ സകലപുത്രന്മാർ മഹർഷിയെ ഉപദ്രവിക്കുന്നു. മഹർഷിയുടെ കണ്ണിൽ നിന്നും വന്ന അഗ്നിയിൽ അവർ ചാമ്പലായി മാറി അല്ലേ? അതിനുശേഷമാണ് അറിയുന്നത് കുതിരയെ കൊണ്ടുവന്നത് ഇന്ദ്രനാണെന്നുള്ള കാര്യം അല്ലേ? അവസാനം വർഷങ്ങൾ കഴിഞ്ഞു, സകരൻ മരിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട ഭഗീരഥൻ പിന്നീട് രാജ്യം ഏറ്റെടുത്തു. രാജ്യത്ത് നിന്നും പ്രശ്നങ്ങൾ. അവസാനം ഭഗീരഥൻ്റെ തൻ്റെ കഠിന പ്രയത്നത്തോടുകൂടി സകലപുത്രന്മാരുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടി തപസ് ചെയ്യുകയും ശിവഭഗവാനും ഗംഗയും പ്രത്യക്ഷപ്പെടുകയും ശിവൻ്റെ ശിവന് മാത്രമേ ഗംഗയെ താങ്ങാൻ കഴിയുള്ളൂ. അങ്ങനെ ശിവൻ്റെ സഹായത്തോടു കൂടി എന്ത് സംഭവിച്ചു? സകലപുത്രന്മാർക്ക് ശാന്തി ലഭിക്കാൻ വേണ്ടി ഗംഗയെ പാതാളത്തിലേക്ക് ഒഴുക്കുകയും ചെയ്തു അല്ലേ? ഭഗീരഥന്റെ ഈ കഠിന പ്രയത്നത്തെയാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. അടുത്ത എന്തായിരുന്നു? നോക്കിക്കേ, ബാലികേറാ മല എന്നായിരുന്നു അല്ലേ? ബാലികേറാ മല എന്തായിരുന്നു? ഒരു അസുര രാജാവായിരുന്നു ബാലി. അദ്ദേഹത്തിന് 2 ശക്തി ഉണ്ടായിരുന്നു. തൻ്റെ ശക്തിയും എതിർ ദിശയിലിരിക്കുന്ന ആളുടെ പകുതി ശക്തിയും ഉണ്ടായിരുന്ന ആളാണ് ബാലി. ഒരിക്കലും അസുര രാജാവായ ദുന്ദിയുമായി യുദ്ധം നടത്തുകയും ദുന്ദിയുടെ തല അറുത്ത് മാതംഗ മഹർഷിയുടെ ആശ്രമമുറ്റത്തേക്ക് എറിയുകയും ചെയ്തു. ആശ്രമമുറ്റം അശുദ്ധമാക്കിയവൻ ഇനി എൻ്റെ മലയിൽ ചവിട്ടിയാൽ, അതായത് ഋഷിമുഖാചലം എന്ന മലയിൽ ചവിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ തല പൊട്ടിപ്പോകട്ടെ എന്ന് അദ്ദേഹം ശപിക്കുകയും ചെയ്തു. അതുകൊണ്ട് ബാലിക്ക് കയറാൻ ഋഷിമുഖാചലം എന്ന മലയിലേക്ക് ബാലിക്ക് കയറാൻ കഴിയാതെയായി. അങ്ങനെ ബാലിക്ക് കയറാൻ കഴിയാത്ത മല ബാലികേറാ മല എന്ന് ആയിത്തീരുകയും ചെയ്തു. ഇത് രണ്ടും ക്വസ്റ്റ്യൻസായിട്ട് ചോദിക്കുന്നതാണ്. ഭഗീരഥ പ്രയത്നം എന്ന ശൈലി രൂപപ്പെട്ടത് എങ്ങനെയെന്നും ബാലികേറാ മല എന്ന ശൈലി രൂപപ്പെട്ടത് എങ്ങനെയെന്നും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. എല്ലാവരും നല്ല ക്ലിയർ ആയിട്ട് പാഠം വായിച്ചു നോക്കണം കേട്ടോ. വായിച്ചു നോക്കിയാലേ ആ കഥ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. നല്ല മനസ്സിരുത്തി വായിച്ചു നോക്കണം, എന്നാലേ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. എല്ലാവരും വായിച്ചു നോക്കുക. ഇനി നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് അർത്ഥം എഴുതുകയാണ്. എന്താണ്? അർത്ഥം എഴുതുക. ടെക്സ്റ്റിന്റെ ഏറ്റവും ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കി എല്ലാവരും നോട്ട്ബുക്കിലോട്ട് എഴുതിയെടുക്കുക. നോക്കിയ പാഠം 4 കഥയുള്ള ശൈലികൾ എന്ന് ഹെഡിങ് ആദ്യം കൊടുക്കുക. അതിനുശേഷം അർത്ഥം എഴുതുക. എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതുക കേട്ടോ. എന്തൊക്കെയാണ് അർത്ഥം എഴുതാനുള്ളത് നോക്കിക്കേ. ജ്ഞാനം എന്താണ്? അറിവ്. അടുത്തത് ശൈലിയുടെ അർത്ഥം വ്യംഗ്യാർത്ഥം കുറിക്കുന്ന പദസമൂഹം അല്ലേ? മറ്റർത്ഥങ്ങൾ, വ്യംഗ്യാർത്ഥം ആ പറയുന്ന വാക്കുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല അല്ലേ? മറ്റർത്ഥങ്ങളെ കുറിക്കുന്ന പദസമൂഹത്തെയാണ് എന്ത് പറയുന്നത്? ശൈലി എന്ന് പറയുന്നത്. നോക്കിക്കേ, ഉരുത്തിരിയുക, രൂപം പ്രാപിക്കുക. ഗഹനം, കഠിനം അല്ലെങ്കിൽ ആഴമേറിയ. അനുവാചകൻ, വായനക്കാരൻ. അനുവാചകൻ എന്താണ്? വായനക്കാരൻ. അടുത്തത് ലളിതം മീൻസ് കഠിനമായ പദങ്ങളില്ലാത്ത അല്ലേ? വളരെ ലളിതം എന്ന് പറഞ്ഞാൽ എന്താ? ഒത്തിരി കട്ടിയുള്ള ഒന്നുമല്ല, കഠിനമായ പദങ്ങളില്ലാത്തത്. ഫലപ്രാപ്തി, കാര്യലാഭം. കീഴടങ്ങുക, തോൽവി സമ്മതിക്കുക. കീഴടങ്ങുക എന്താണ്? തോൽവി സമ്മതിക്കുക. അടുത്തത് സകരൻ മീൻസ് ഒരു രാജാവിന്റെ പേര്, അത്രയേ ഉള്ളൂ കേട്ടോ. അശ്വമേധം, രാജാക്കന്മാർ കുതിരയെ വിട്ട് നടത്തിയിരുന്ന യാഗത്തിനെയാണ് അശ്വമേധം എന്ന് പറയുന്നത്. മേധം മീൻസ് യാഗം.
അശ്വം കുതിര, നയനം അറിയാമല്ലോ കണ്ണ്, അഗ്നിജ്വാല തീനാളം, അഗ്നി മീൻസ് തീ, അഗ്നിജ്വാല തീനാളം. നോക്കിക്കേ, ദേവപ്രഭു ദേവന്മാരുടെ രാജാവ്. ദേവപ്രഭു എന്ന് പറഞ്ഞ ആരാണ്? ദേവന്മാരുടെ രാജാവ്. പദവി അറിയാമല്ലോ സ്ഥാനം. ദുർനിമിത്തം ദോഷസൂചകമായ അടയാളങ്ങളെയാണ് ദുർനിമിത്തം എന്ന് പറയുന്നത്. മോക്ഷം ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള മോചനത്തെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അടുത്തത് പവിത്ര ജലം, പരിശുദ്ധമായ ജലത്തിനെയാണ് പവിത്ര ജലം എന്ന് പറയുന്നത്. ആകാശഗംഗ സ്വർഗത്തിലെ നദിയാണ് ആകാശഗംഗ എന്ന് പറയുന്നത്. അടുത്തത് ആകാശം മീൻസ് സ്വർഗം. ഇനിയും 3-4 അർത്ഥങ്ങളും കൂടെ ഉണ്ട്. നിങ്ങളത് പാഠം നോക്കി മനസ്സിലാക്കുക കേട്ടോ. കുറേ അർത്ഥങ്ങൾ ഈ പാഠത്തിലുണ്ട്. എല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണം കേട്ടോ, എന്നാലേ മനസ്സിലാവുകയുള്ളൂ. എല്ലാവരും എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കുക. അതുപോലെ തന്നെ റഫ് ബുക്കിൽ എഴുതി പഠിക്കുക, എന്നാലേ അക്ഷരത്തെറ്റില്ലാതെ പഠിക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ നിന്ന് പഠിക്കുന്നത്. വലിയൊരു കഥയാണ്, അതുകൊണ്ട് ഒരുപാട് നോട്ട്സ് ടീച്ചർ തരുന്നില്ല. പാഠം എല്ലാവരും ക്ലിയർ ആയിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ. നല്ലതുപോലെ വായിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. താങ്ക്